നമസ്കാരം സുഹൃത്തുക്കളെ. ഇത് നോക്കൂ, ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവന്മാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്നല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പേര് ചേർത്തിട്ട് ജനതാ പാർട്ടി എന്ന് കൂടെ ആക്കാൻ മേലായിരുന്നോ? ഇവന്മാർ എന്നാ നമ്മുടെ ഇന്ത്യയിൽ മാത്രം ആണ് ഇവന്മാരുടെ ന്യൂസ് ഒതുങ്ങി നിൽക്കുന്നതെന്ന് ഇവന്മാർ കരുതണ്ട. ഇത് വെളിയിലൂടെ ചെന്ന് വെളിയിലുള്ള ആൾക്കാരുടെ ഇത് കേൾക്കുകയും കാണുകയും ഒക്കെ ഉണ്ടാവും. നമ്മളുടെ നാട്ടിലെ ഒന്നാമത് നമ്മുടെ നാടിന് ഒരു നല്ല പേരില്ല. ആ പേര് ഇവന്മാരോട് ആക്കി കളയും, ആ പേരോടൊക്കെ ചേർത്തിട്ട്. ഓക്കെ, പിന്നെ സെക്കൻഡ് ഓഫ് ഓൾ ഇത് ഈ എന്നാ പറഞ്ഞേ ഇപ്പോൾ പറഞ്ഞ രഞ്ജിനി ഹരിദാസും ഇവരൊക്കെ രഞ്ജിനി ഹരിദാസിന് പെട്ടെന്ന് ഇത് കേട്ടിട്ട് ക്ഷമ കേട്ട് പുള്ളിക്കാലത്തേക്ക് ഉറക്കം വന്നില്ല, ഫ്ലൈറ്റ് എടുത്തു, ഞാൻ അവിടെ പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, രഞ്ജിനി ഹരിദാസിന് ഈ അനീതി മാത്രമേ കണ്ടുള്ളൂ, വേറെ ഒരു അനീതിയും കണ്ടില്ലേ? നമ്മുടെ നാട്ടിൽ എത്രയോ അനീതികൾ നടന്നു. മറ്റേ ട്രെയിനിൽ നിന്ന് ഉന്തിയിട്ട് ഒരുത്തനുണ്ടല്ലോ, അവന് പുട്ടുപടിച്ച് നടക്കുന്നു. അതേപോലെ PSC പിൻവാതിൽ നിയമനം, അതൊക്കെ അതും ഏജൻസി പിള്ളേരല്ലേ, അതൊക്കെ അതിനകത്ത് ഉദ്യോഗത്തിൽ കയറേണ്ടത്. അവർക്കൊന്നും വേണ്ടി ആരും അന്ന് വാ വിളിക്കാനോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനോ ഉണ്ടായിരുന്നില്ല. ഇത് ഉടനെ തന്നെ ഡൽഹിയിലേക്ക് അടിച്ചു വിട്ട് കയറി പോയേക്കുന്നു. അതും സപ്പോർട്ട് ചെയ്യാൻ പോയേക്കുന്നത് സോനം വാങ്ചുക്ക് എന്ന് പറഞ്ഞ ഒരുത്തനെ. ഓക്കെ, അവൻ എൻജിനീയർ ആവട്ടെ, എത്ര തലയുള്ളവനാട്ടെ, അതൊക്കെ സംഭവം ശരിയാ. അവൻ്റെ ഒരു പ്രസ്താവന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവൻ പറഞ്ഞു, അതായത് ചൈന പട്ടാളം ഇന്ത്യയെ ആക്രമിക്കാൻ വരുവാണെങ്കിൽ ഞാൻ ചൈനയ്ക്ക് അവരുടെ പട്ടാളക്കാർക്ക് വഴി കാണിച്ചു കൊടുക്കുമെന്ന് അങ്ങനെ പറഞ്ഞു വെക്കുന്ന. സോ അവൻ എത്ര നാഷണലിസ്റ്റാണ് അല്ലെങ്കിൽ എത്ര രാജ്യസ്നേഹിയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളായിരുന്നു. പിന്നെ കുറേ മരമുണ്ട്, ഈ ടോവിനോയും അവരും എല്ലാം പറയുന്നു. ടോവിനോ, വിസ്മയ മോഹൻലാൽ, മറ്റേ വേറൊരു ഊളയുണ്ടല്ലോ നമ്മുടെ, അവൻ്റെ പേരിന് നമ്മുടെ തെങ്കാശിപ്പട്ടണത്തിലൊക്കെ അഭിനയിച്ച അവൻ്റെ പേരും വഴി വരുന്നില്ല, ആ പ്രകാശ് രാജ്. ഓക്കെ, പ്രകാശ് രാജ്. അവനെന്ന് പറഞ്ഞാൽ അവന് കള്ള വോട്ടർ ഐ ഡിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്ത്, കള്ള 3-4 വോട്ടർ ഐ ഡി ഉണ്ടാക്കി, ആധാർ കാർഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഫ്രോഡ് അവനും പോയി നിൽക്കുന്നു. അതേപോലെ ഇവന്മാർ അത് ഓക്കെ, സംഭവം നീറ്റ് പരീക്ഷയുടെ സംഭവങ്ങളൊക്കെ ചോർന്നു, അത് സത്യം. ഓക്കെ, അതിന് നമുക്ക് പരിഹാരം ഉണ്ടാക്കണം, അത് പ്രശ്നമൊന്നുമില്ല, അത് ഞാൻ സമ്മതിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. അതേപോലെ കേരളത്തിൽ നടക്കുന്നില്ലേ സംഭവങ്ങൾ? ഈ കേരളത്തിലെ ആൾക്കാർ ഈ ഇതും പിടിച്ചുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ട് പ്രധാനമന്ത്രിയോട് രാജിവെച്ചോ, പ്രധാനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടോ, അത് എന്തോ പരിപാടിയാണ്. അതുപോലെ ഡിക്റ്റേറ്റർഷിപ്പാണെന്ന് പോലും. ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞാൽ എന്തോ അതിൻ്റെ മീനിങ് വല്ലവർക്കും അറിയാമോ? ഡിക്റ്റേറ്റർഷിപ്പ് പോകണമെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് പോകും. എവിടെയാണ്? നമ്മുടെ കിം ജോങ്ങിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ പുട്ടിൻ്റെ അടുത്തേക്കോ അല്ലെങ്കിൽ ഷി ജിൻപിങ്ങിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അന്നപ്പോൾ അവർ പറയും അവിടെ എന്തോ ഡിക്റ്റേറ്റർഷിപ്പ് നടക്കുന്നതെന്ന്. ഇവിടെ ഡിക്റ്റേറ്റർഷിപ്പ് ആയിട്ടില്ല, ഇനി ആക്കണമെങ്കിൽ വേണമെങ്കിൽ